നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതികളിൽ, ജില്ലാ കോടതികളിൽ, സെഷൻസ് കോടതികളിലൊക്കെ തന്നെ വാദപ്രതിവാദങ്ങൾ പലതരത്തിൽ പലകുറിയാണ് നടന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതി, പത്തനംതിട്ടയിലും ഒക്കെ തന്നെ ഈ വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. 3 ബലാത്സംഗ കേസുമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത്. അതിൽ പലതിലും രാഹുലിന് അനുകൂലമായി അവസാന ദിവസങ്ങളിലൊക്കെ തന്നെ വിധി വന്നിട്ടുണ്ട്. ഏകദേശം 11-12 ദിവസത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ജാമ്യം കിട്ടി രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ ഇന്ന് അത് ഉടനടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം തന്നെ വരുന്ന ഓഡിയോ ക്ലിപ്പിൽ ചില സംശയങ്ങളുണ്ട്. മാധ്യമങ്ങൾക്ക് മറ്റ് പണികളില്ലേ എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. നേരത്തെ കേട്ട് തഴമ്പിച്ച അതേ ഓഡിയോ ക്ലിപ്പുകൾ അതിൻ്റെ കൂട്ടിയും കുറച്ചും അതിൻ്റെ ദീർഘമായ വീഡിയോകളൊക്കെ തന്നെ അപ്പ് ചെയ്യേണ്ട ആവശ്യം എന്തുണ്ട് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഏവർക്കും ബോധ്യമായി. രാഹുലിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഭാഗത്തും തെറ്റുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇനി അതിനെ വീണ്ടും ബോധ്യപ്പെടുത്താനായിട്ട് പുറത്തിറക്കുന്ന ഈ ഓഡിയോ ക്ലിപ്പുകളൊക്കെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയതാണെന്നാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ ഇതേ ഓഡിയോ ക്ലിപ്പ് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷമാണ് ഈ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു. അതേ ഓഡിയോ ക്ലിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയ ഓഡിയോ സന്ദേശങ്ങൾ എങ്ങനെ പുറത്തു വരും എന്നാണ് പ്രധാന ചോദ്യം. ഇതിന്റെ ചെറിയ ഭാഗമൊക്കെ ഇതിനു മുൻപും നമ്മൾ കേട്ടതാണ്. ഇതിനു മുൻപും എല്ലാവരും കേൾക്കുകയും വിചാരണ നടത്തുകയും മാധ്യമങ്ങളിലെ കോടതി കുപ്പായമിട്ട പലരും വിചാരണ നടത്തി വലിച്ചു കീറിയും ഒക്കെ കഴിഞ്ഞതാണ്. പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞതാണ്. എന്നിട്ടും നിങ്ങൾക്കൊക്കെ മതിയായില്ലേ എന്ന മട്ടിലാണ് പലരും ഇക്കാര്യങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ രാഹുലിന് തീർച്ചയായിട്ടും രാഹുലിനെ കുടുക്കാനായിട്ട് അല്ലെങ്കിൽ രാഹുലിനെ കുരുക്കാനായിട്ട് ജനങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ രാഹുലിനൊരു സോഫ്റ്റ് കോർണർ തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും തോന്നാതെ തരത്തിലുള്ള രീതിയിലുള്ള ഓഡിയോ ക്ലിപ്പുകളാണ് പുറത്തു വരുന്നത്. രാഹുലിനെ മനഃപൂർവ്വം കരുവാരി തേക്കാനുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. കോടതിയിൽ ഹാജരാക്കേണ്ട വസ്തുതകൾ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കേണ്ട തെളിവുകളെ എന്തിനാ പുറത്തേക്ക് മാധ്യമങ്ങൾ വഴി വിട്ടു എന്ന ചോദ്യം നാളൊരു സമയത്ത് കോടതി ചോദിക്കുമ്പോൾ എന്തുത്തരമായിരിക്കും പ്രോസിക്യൂഷൻ ഉണ്ടാവുക എന്നടക്കമുള്ള ചോദ്യം ഉയരുകയാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന ഈ നീക്കങ്ങളൊക്കെ തന്നെ പിന്നീട് മറുപടിയായി മാറരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അങ്ങനെയൊക്കെയാണ് അവസാനം ഓരോ കേസിൽ നമ്മൾ കണ്ടുവരുന്നത്. അതായത് ഒരാളെ കുടുക്കാനായിട്ട് പലതും നോക്കും, പക്ഷെ ആ കുരുക്ക് തിരിഞ്ഞു മറിഞ്ഞു വരുന്നത് നേരെ കുരുക്കാൻ ശ്രമിച്ചവർക്ക് നേരെയാണ് എന്ന് നമുക്ക് പലപ്പോഴും പല തെളിവുകളും നമ്മൾ കണ്ടതും മനസ്സിലാക്കിയതുമാണ്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രാഹുൽ അതിൽ പറയുന്നുണ്ട്, ഞാൻ മരിക്കും, ഞാൻ സൂയിസൈഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നീ എങ്ങനെയാണ് നോക്കുന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ 2 ഉറ്റ സുഹൃത്തുക്കളുണ്ട്, അവർ നോക്കിക്കോളും. നിന്റെ വീട്ടുകാരറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ വീട്ടുകാരറിയില്ല, ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞും തിരിച്ചു പറഞ്ഞും ഒക്കെ നടത്തിയ ഈ സംഭാഷണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളും പ്രധാന തലക്കെട്ടോടുകൂടി ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇനിയെങ്കിലും നിങ്ങൾക്കൊക്കെ നിർത്തിക്കൂടെ എന്ന ചോദ്യവും അവസാനിക്കാതെ തുടരുകയാണ്.